ലാ ലീഗയിൽ FC ബാഴ്സലോണയ്ക്ക് തോൽവി. ഇന്ന് സ്വന്തം മൈതാനത്തിൽ ലാസ് പാൽമാസിനോട് ബാഴ്സലോണ പരാജയപ്പെട്ടു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ലാസ് പാൽമാസിന്റെ വിജയം. ഇതോടെ തുടർച്ചയായ 3-ാം ലാ ലീഗ മത്സരത്തിലാണ് ബാഴ്സ വിജയിക്കാതെ കളം വിടുന്നത്. ഇന്നത്തെ തോൽവി ബാഴ്സയുടെ 1-ാം സ്ഥാനത്തിനും കോട്ടം തട്ടിക്കും. ഗോൾ രഹിതമായിരുന്നു മത്സരത്തിന്റെ ആദ്യ പകുതി. രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ 49-ാം മിനിറ്റിൽ സാൻഡ്രോ ലാസ് പാൽമാസിന് ലീഡ് നൽകി. 61-ാം മിനിറ്റിൽ ഈ ഗോളിന് ബാഴ്സ മറുപടി നൽകി. പെഡ്രിയുടെ അസിസ്റ്റിൽ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത മികച്ച ഷോട്ടിലൂടെ റഫീനിയാണ് ലക്ഷ്യം കണ്ടത്. എന്നാൽ 67-ാം മിനിറ്റിൽ സിൽവ ലാസ് പാൽമാസിന് വീണ്ടും ലീഡ് നൽകി. ഈ ലീഡ് പ്രതിരോധിച്ച ലാസ് പാൽമാസ് 3 പോയിന്റുമായി കളം വിട്ടു. മത്സരത്തിന്റെ കണക്കുകളിലേക്ക് വന്നാൽ 71% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. 27 ഷോട്ടുകളാണ് ബാഴ്സലോണ ആകെ തൊടുത്തത്. 8 ഷോട്ട് ഓൺ ടാർഗറ്റ്. 618 പാസുകൾ 88% കൃത്യതയോടെ ബാഴ്സലോണ പൂർത്തിയാക്കി. 5 ഷോട്ടുകൾ മാത്രമാണ് ലാസ് പാൽമാസ് തൊടുത്തത്. 3 ഷോട്ട് ഓൺ ടാർഗറ്റ്. ഈ തോൽവിയോടെ ലീഗിൽ 15 മത്സരങ്ങളിൽ നിന്നും 34 പോയിന്റുമായി ബാഴ്സലോണ 1-ാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും 2 കളികൾ കുറച്ച് കളിച്ച റയൽ മാഡ്രിഡ് 30 പോയിന്റുമായി 1-ാം സ്ഥാനത്തിന് വെല്ലുവിളി ഉയർത്തുന്നു. ഡിസംബർ 3-ന് മയോർക്കയ്ക്കെതിരെയാണ് ബാഴ്സലോണയുടെ അടുത്ത മത്സരം. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ബോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.